മലയാളം ബിഗ് ബോസ് സീസൺ 7 എത്തുകയാണ് മക്കളെ, എത്തുകയാണ്. അപ്പോൾ ഞായറാഴ്ച 7 മണിക്ക് ഗ്രാൻഡ് ലോഞ്ചിങ് ആണ്. ഒരുപാട് പേരുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനും കുറച്ച് പേരുടെ പേരുകളൊക്കെ കേട്ടു. ആരൊക്കെയാണെന്ന് കൺഫർമേഷൻ ഒന്നുമില്ല. എന്നിരുന്നാലും പേരുകളൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കും അറിയാം. ഒരുവിധം പേരൊക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം അറിയാം. എന്നിരുന്നാലും എനിക്ക് കിട്ടിയ കുറച്ച് പേരുകൾ ഞാൻ പറയാം. 100% കൺഫർമേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഒന്നാമത്തെ പേര് അനുമോളാണ്. അനുമോൾ ഏകദേശം 100% കൺഫർമേഷൻ ആണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. പിന്നെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവിയിലെ ആ നായിക റാണിയ റാണ ആ കൊച്ച് കേൾക്കുന്നുണ്ട്. 100% എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ കിങ്ങിണി എന്നറിയപ്പെടുന്ന ഗായത്രി ദേവി, നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഒരു കൊമേഡിയനായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ട് ഫേമസ് ആയിട്ടുള്ള കിങ്ങിണിയുടെ പേരാണ് കേൾക്കുന്നത്, ഗായത്രി ദേവി. പിന്നെ നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രേഖ രതീഷ്, പിന്നെ മുൻഷി രഞ്ജിത്ത്, പിന്നെ നമ്മുടെ ബോബൻ ആലമുടൻ. ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യകതയില്ലെന്ന് തോന്നുന്നു. നമ്മുടെ നിറം സിനിമയിലെ ആളാണ് ബോബൻ ആലമൂടൻ. പിന്നെ ഏങ്കർ ആയിട്ടുള്ള രജനീഷിന്റെ പേരാണ് പിന്നെ കേൾക്കുന്നത്. പിന്നെ നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഷാനവാസ് ഷാനു, പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ, നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള തന്നെ സീരിയലിലെ ആർട്ടിസ്റ്റ് ആണ് ബിന്നി. പിന്നെ സുജിയ പാർവതിയുടെ പേര് കേൾക്കുന്നുണ്ട്. സുജിയൊക്കെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഒന്നൊന്നര സീനായിരിക്കില്ലേ? അപ്പൊ എന്തായാലും ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് കേട്ടോ സുജിയ പാർവതി. പിന്നെ പറയുന്നത് ആദിത്യൻ ജയൻ, സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. അമ്പിളി ദേവിയുടെ മുൻ ഭർത്താവായിരുന്ന സീരിയൽ ആർട്ടിസ്റ്റ്, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അവന്തിക മോഹന്റെ പേരാണ് മറ്റൊരു പേര്. പിന്നെ സീമാജി നായർ, സിനിമയും സീരിയലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സീമാജി നായർ. പിന്നെ ഏങ്കർ ആയിട്ടുള്ള മസ്താനി, പിന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ജാസി, അതുപോലെ അപ്പാനി ശരത്ത്, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. പിന്നെ ബീന ആന്റണി, പിന്നെ ഒരു പേര് കേൾക്കുന്നുണ്ട്, സത്യമാണോന്ന് എനിക്കറിയില്ല, വിൻസി അലൂഷ്യസിന്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ എഴുത്തുകാരനായിട്ടുള്ള മൈത്രേന്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരാളുടെ പേര് എന്ന് പറയുന്നത് നമ്മുടെ രേണുസുധിയുടെ പേരാണ്. രേണുസുധിയുടെ പേരും ഇവിടെ കേൾക്കുന്നുണ്ട്. എല്ലാവരും രേണുസുധി ബിഗ് ബോസിലിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണെന്നറിയാം. രേണു ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ലാസ്റ്റ് സമയം വരെ അങ്ങനെ തന്നെയാണ്. ആദ്യം പറഞ്ഞിരുന്നത് രേണുസുധി അതിൽ നിന്ന് പുറത്തായി എന്നാണ്. പക്ഷെ ഇപ്പൊ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് രേണുസുധി വരുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും സീസൺ 7 വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇനി മുൻ സീസണുകളിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായിട്ടാണ് സീസൺ 7 വരാനായിട്ട് പോകുന്നത് എന്നൊരു ചിന്തയുണ്ടായിരിക്കും. ലാലേട്ടൻ തന്നെ വന്നിട്ട് പല പ്രമോസിലും വന്ന് പറയുന്നുണ്ട്, പെങ്ങളൂട്ടി പാസം വേണ്ട, പ്രണയം വേണ്ട, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വേണ്ട, എന്തൊക്കെയോ കണ്ടീഷൻസ് ലാലേട്ടൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സേഫ് സോൺ കളി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടനെ തന്നെ ട്രോളുന്നത് കണ്ടു. നിങ്ങളോടും കൂടിയാണ് പറഞ്ഞത് സേഫ് സോൺ കളി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ലാലേട്ടൻ തന്നെ കുറെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ഈ കണ്ടീഷൻസ് ഒക്കെ ബിഗ് ബോസിൽ നടക്കോ? ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ബിഗ് ബോസിൽ എന്തൊക്കെ കണ്ടീഷൻസ് വെച്ചാലും അവരവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് മുൻ സീസണുകൾ കണ്ടിട്ട് അതിനുള്ളിലുള്ള പല കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാനായിട്ട് ഓരോ മത്സരാർത്ഥികളും നോക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനായിട്ട് ലാലേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ലാലേട്ടൻ ചോദിച്ചു എന്ന്. പക്ഷെ നമ്മൾ ലാലേട്ടൻ വീക്കെൻഡിൽ വരുന്ന സമയത്ത് ലാലേട്ടൻ അത് ചോദിക്കും ഇത് ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പക്ഷെ പലപ്പോഴും ലാലേട്ടൻ ആ സീരിയസ്നെസ്സോട് കൂടി പല കാര്യങ്ങളും ചോദിക്കാറില്ല. ചിലപ്പോൾ മോനെ നല്ല ഭംഗിയുണ്ടല്ലോ ഡ്രസ്സ് കാണാനായിട്ട്, മോളെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് കാണാനായിട്ട് എന്നൊക്കെയുള്ള ഡയലോഗാവും ചിലപ്പോൾ നമ്മൾ കേൾക്കാം. അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കങ്ങ് കലിപ്പ് വരും. ലാലേട്ടൻ എന്താണ് ഇത് ചോദിക്കാത്തത് എന്നൊരു കലിപ്പ് നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അങ്ങനെയുള്ള കലിപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് ലാലേട്ടൻ എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇത്തവണ സേഫ് സോൺ പ്ലേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലാലേട്ടന് അടക്കം. അപ്പോ ഈ വക കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവസാനം ഈ സമയത്തെ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായി തീരുമോ എന്നാണ് മറ്റൊരു കാര്യം. ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അവര് എന്ത് ചെയ്യും? അതും ഒരു ചോദ്യമാണ്. ഇതൊക്കെ തന്നെയാണല്ലോ ഇവിടുത്തെ ബിഗ് ബോസിലെ പ്രധാന ഗെയിം എന്ന് പറയുന്നത്. ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് സ്വന്തമായി ബിഗ് ബോസ് മലയാളത്തിന് ഒരു വീടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നാളും അന്യഭാഷകൾ ചിത്രീകരിച്ചിരുന്നിടത്ത് തന്നെയാണ് ബിഗ് ബോസ് മലയാളം ചിത്രീകരിച്ചിരുന്നത്.
ഇത്തവണ ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായി തന്നെ ഒരു വീടുണ്ടായിരിക്കുകയാണ്. അവിടെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറയുന്നത്. അത് തന്നെയാണ് സീസൺ 7ന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇത്തവണ മത്സരാർത്ഥികളുടെ എണ്ണം കൂടുതലുണ്ട്, വീടിന് വളരെയധികം പ്രത്യേകതകളുണ്ട് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഞായറാഴ്ച 7 മണിയായി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഉത്തരം ഇതിന് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ സമയത്താണ് ഞാൻ ഇതുവരെ കഴിഞ്ഞ സീസണുകളെ കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്കറിയാം ഇതുവരെ 6 സീസണുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ 6 സീസണുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ സീസൺ 1 ആയിരിക്കും എൻ്റെ ഉത്തരം. സീസൺ 1 ആണ് എനിക്ക് തോന്നുന്നു ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ ഏറ്റവും നല്ല സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ സീസൺ 1 ആണെന്നാണ് എൻ്റെ ഒരു തോന്നല്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഏറ്റവും നല്ല സീസൺ ഏതായിരുന്നു എന്ന്. നിങ്ങൾക്കറിയാം സാബുമോൻ, പേളി, ശ്രീനിഷ് ഒക്കെ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ്. സീസൺ 1 വന്ന് അവരിപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ്. അവർക്കൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇനി സീസൺ 2 പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട സീസൺ ഏത് ബിഗ് ബോസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം സീസൺ 2 ആയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. സീസൺ 2 എന്ന് പറയുന്നത് ഒരു ബോറായിട്ടുള്ള സീസൺ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പേഴ്സണലി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏറ്റവും ബോർ സീസൺ, മലയാളം ബിഗ് ബോസിലെ ഏറ്റവും മോശം സീസൺ 2 ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സീസൺ 2 ആരും തന്നെ രക്ഷപ്പെട്ട ഒരു ചരിത്രം കുറവാണ്. പല ബന്ധങ്ങളും പല വിവാഹ ജീവിതങ്ങളും പലതും ഇല്ലാതായിട്ടുണ്ട് ആ സീസണിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും മോശപ്പെട്ട സീസൺ 2 ആണ്. സീസൺ 3 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നല്ലതുണ്ട്, കുറച്ച് ചീത്തയുണ്ട് പറയാനായിട്ട്. മണിക്കുട്ടൻ വിന്നറായിട്ടുള്ള സീസൺ ആയിരുന്നു സീസൺ 3 എന്ന് പറയുന്നത്. ഒന്നോർത്താൽ നല്ലൊരു സീസൺ ആയിരുന്നു. മറ്റൊരു വശത്ത് നോക്കുമ്പോൾ കുറെ ഫ്രണ്ട്ഷിപ്പും അവിടെ ഉണ്ടായിരുന്ന ലവും ഒക്കെ പറച്ചില് ഇതല്ല. പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ ഇതൊന്നുമില്ലാതെ ബന്ധങ്ങൾ തന്നെ ഇല്ലാണ്ടായിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു അവിടെ സീസൺ 3 എന്ന് പറയുന്നത്. പിന്നെ സീസൺ 4ലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗംഭീര സീസൺ തന്നെയായിരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ സീസൺ എന്ന് പറയുന്നത്. അതിൽ എന്താണ് പറയേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. അതുപോലത്തെ ഒരു സീസൺ തന്നെയായിരുന്നു. അത്രയും ഹൈ ലെവലിൽ ഹൈ റേഞ്ചിലെത്തിയ ഒരു സീസൺ വേറെ ഇല്ല സീസൺ 4 എന്ന് പറയുന്നത്. പക്ഷേ അവിടെ റോബിനും ജാസ്മിനും ഒക്കെ പുറത്തു പോയതിനു ശേഷം ആ സീസണിന്റെ മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞു പോയി. അപ്പൊ ആ സീസണും അതുകൊണ്ട് ഫേവറേറ്റ് ആയിരുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ആ സീസണിന്റെ മൊത്തം ഇതും പോയതുകൊണ്ട് എനിക്കത്ര തൃപ്തിയില്ല സീസൺ 4 എന്ന് പറയുന്നത്. പിന്നെ സീസൺ 5ലേക്ക് എത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോമഡിയും സീരിയസ്നെസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയൊരു സീസൺ ആയിരുന്നു മാരാറിന്റെ സീസൺ. കുഴപ്പമില്ലാത്തൊരു സീസൺ തന്നെയായിരുന്നു. ശോഭയും മാരാരും തമ്മിലുള്ള യുദ്ധം തന്നെയായിരുന്നു ആ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പുറത്തിറങ്ങിയിട്ടും അവർ തമ്മിൽ ഇപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സീസൺ വലിയ കുഴപ്പമില്ലാത്തൊരു സീസണാണ്. പിന്നെ സീസൺ 6 പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നല്ലൊരു സീസൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത നല്ലൊരു സീസൺ ആയിരുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ആ സീസണോട് അത്ര പ്രിയം പോരാ. അതിന്റെ വിന്നറും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്ര നെഗറ്റീവ് അടിച്ചു നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം എനിക്കെന്തോ ആ സീസൺ അത്രയ്ക്കങ്ങ് പ്രിയമല്ല. എന്നാൽ ജാസ്മിന്റെ കാര്യവും അർജുൻ, ശ്രീതു ഇവരൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നിരുന്നാലും എന്തൊക്കെയോ പോരായ്മകൾ ആ സീസൺ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നല്. അപ്പൊ ഈ 6 സീസണുകൾക്ക് ശേഷമാണ് 7ാമത്തെ സീസൺ എത്തുന്നത്. ഈ 6 സീസണുകളുടെ പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് സീസൺ 7 മുന്നേറാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ മുന്നേറാൻ കഴിഞ്ഞാൽ മാത്രമേ സീസൺ 7 പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ സീസൺ അത്രയും നെഗറ്റീവ് ഇമേജ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ നെഗറ്റീവ് ഇമേജ് എല്ലാം കളഞ്ഞ്, നെഗറ്റീവ് ഇമേജ് വരുമ്പോൾ സത്യം പറഞ്ഞ സീസൺ വമ്പിച്ച് വിജയമാവാണ് ചെയ്യുന്നത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കുടുംബ പ്രേക്ഷകർക്ക് അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത്. ഈ സീസൺ കുടുംബ പ്രേക്ഷകരെ എല്ലാവർക്കും ആകർഷിക്കാൻ കഴിയണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം, ഒക്കെ വരണം, നല്ല നല്ല ടാസ്കുകൾ വരണം. ഇതുവരെയുള്ള സീസണിൽ എനിക്ക് തോന്നുന്നു സീസൺ 1ത്തെ പോലെ നല്ല ടാസ്കുകൾ ഇതുവരെയുള്ള മറ്റ് സീസണുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ടാസ്കുകൾ, ആവർത്തിച്ചിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും ഒന്നും വേണ്ട. ഓരോ സീസണിലും ഇങ്ങനെ ആവർത്തനത്തിൽ വന്നിട്ടുള്ള ടാസ്കുകളുണ്ട്. ഇതൊന്നുമില്ലാതെ പുതിയതായിട്ടുള്ള ടാസ്കുകളും പുതിയതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഒരു വെറൈറ്റി സീസൺ ആയിരിക്കണം സീസൺ 7 എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. മത്സരാർത്ഥികൾ തമ്മിൽ അതുപോലെ അവിടെ ഒരു മത്സരം നല്ല രീതിയിൽ നടക്കണം. അവിടെ പിന്നെ പരദൂഷണം പാടില്ല എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു പരദൂഷണത്തിന്റെ ഒരു പ്രോഗ്രാം ആണ് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ ആ സമയത്ത് പരദൂഷണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
അപ്പോൾ പരദൂഷണമൊക്കെ വേണം. പരദൂഷണമില്ലാതെ എന്ത് ബിഗ് ബോസ്. അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ്. ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് വീടിന്റെ പ്രത്യേകത, എന്തൊക്കെ ഗെയിമുകളാണ് വരുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസണും ഏറ്റവും ഇഷ്ടമില്ലാത്ത സീസണും, അതുപോലെ തന്നെ ഏറ്റവും അർഹതയില്ലാതെ ബിഗ് ബോസിന്റെ വിന്നറായി എന്ന് തോന്നുന്നത് ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം. നമ്മൾ ഈ ചാനലിൽ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണാനായിട്ട് മറക്കരുത്. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മുന്നോട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് എല്ലാവരോടും പറയാണ്. അപ്പോൾ നമുക്ക് സീസൺ 7 റിവ്യൂസ് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.